കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും വെള്ളം മുടങ്ങി. രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതത്തിലാണ്. ജലസംഭരണി വൃത്തിയാക്കുന്നതിനാൽ വെള്ളം മുടങ്ങിയതെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, തുടർച്ചയായ രണ്ടാം ദിവസവും ഇങ്ങനെ വെള്ളം മുടങ്ങുമ്പോൾ വളരെ ദുരിതത്തിലാകും രോഗികളും കൂട്ടിരിപ്പുകാരും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? എപ്പോൾ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം കഴിഞ്ഞ 2 ദിവസമായി ഈ വെള്ളം മുടങ്ങിയിട്ട് ഇവർക്ക് ഇവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വേണ്ട വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്ന ഒരു വിശദീകരണം, ഈ ടാങ്ക് വൃത്തിയാക്കുന്നുണ്ട്, ഈ ജലസംഭരണി വൃത്തിയാക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി വെള്ളം മുടങ്ങി എന്നുള്ളതാണ്. ഇന്ന് ഈ ടാങ്കിലേക്ക് വെള്ളം നിറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിനിടയിൽ അപ്രതീക്ഷിതമായി അതിൻ്റെ പൈപ്പ് പൊട്ടിയെന്നും പറയുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. ഇതിപ്പോൾ കുറേ ദിവസമായി വെള്ളം മുടങ്ങി. ഒരാഴ്ച മുന്നേ അതുപോലെ വെള്ളം സ്വീപ്പായിക്കണം. ഇത് രാവിലെ വീട്ടിലൊരു വെച്ചാൽ രാവിലെ 8 മണി കുറച്ച് വെള്ളം കിട്ടും. അത് ബക്കറ്റ് ശേഖരിക്കണം. ഇത് രോഗികൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ഇവർ കാട്ടുക, പുറത്തുനിന്ന് പോയി വെള്ളം എടുത്ത് തുടങ്ങും. കുടിക്കാനും വെള്ളമില്ല. ഇതിപ്പോൾ ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് നിങ്ങൾ മുകളിലോട്ടൊക്കെ പോകും? മുകളിലോട്ട് പോകാൻ കോണിപ്പടി കയറി തന്നെ പോകണോ? ലിഫ്റ്റുകൾ കംപ്ലൈൻ്റ് ആണ്, കുറേ ലിഫ്റ്റ് കംപ്ലൈൻറ്റ്. കോണിപ്പടി കയറി പോകണോ? വയർത്ത് വെയ്യാണ്ടായി, കാലും മുട്ടൊക്കെ വേദനിച്ച് തുടങ്ങി. ഇപ്പം നിങ്ങൾ പറഞ്ഞിരുന്നു, ഇവർ ഈ മെഡിക്കൽ കോളേജ് അധികൃതരോടൊക്കെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അതിന് പരിഹാരം നിങ്ങൾ പരാതിപ്പെട്ടോളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളം പിന്നെ എങ്ങനെയെങ്കിലും 10 രൂപ കൊടുത്താൽ ഒരു കുപ്പിവെള്ളം കിട്ടും. ശൗചാലയത്തിലേക്ക് പോകുന്ന ആളുകളും ഈ 2 ലിറ്ററിൻ്റെ ബോട്ടിലും വാങ്ങിയിട്ടാണ് പോകുന്നത്. ഏട്ടാപ്പാറിലൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ പോകേണ്ടവരാണ്. താഴെ ഇപ്പോൾ ഇങ്ങനെ ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം ബക്കറ്റുകളിലൊക്കെ നിറച്ചിവർക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ എത്ര മുകളിലേക്ക്, അതായത് ഈ മുകളിലെ നിലയിലൊക്കെയുള്ള രോഗികളും കൂട്ടിരിപ്പുകാരുമൊക്കെയാണ് വലിയ ദുരിതത്തിലാകുന്നത്. കാരണം ഇവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അത് ഇവരെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതേസമയം മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്ന ഒരു മറുപടി, ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നുള്ളതാണ്. പക്ഷേ എത്ര അനന്തമായി ഇങ്ങനെ ഒരു പരിഹാരം നീളുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, കുറേ ദിവസമായി ഈ ഒരു പ്രശ്നം 2 ദിവസം വരെ വെള്ളം ഇല്ലാണ്ട് ബക്കറ്റിൽ വെള്ളം എടുത്ത് കൊണ്ടുപോയിട്ടാണ് കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. വലിയ ബുദ്ധിമുട്ട്. രോഗികൾ എത്തി നിൽക്കുമ്പോൾ അവർക്ക് അവരെ തന്നെ നോക്കാനുള്ള ഇതും പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടോട് വന്നപ്പോൾ ഒരു തളർച്ച പോലെ തോന്നി. അത്രേ ഉള്ളൂ. ഇവിടുന്ന് അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ട് അതും ഇത്ര 10-ാം പാട് പിന്നെ 18 അങ്ങനെ പാട് 2ാമത്തെ നിലയിലേക്ക് കൊണ്ടുപോണ്ടേ. പിന്നെ അത് കൊണ്ടുപോയില്ലാണ്ട് രക്ഷയില്ലല്ലോ. അതിനിടയിൽ ലിഫ്റ്റും തകരാറിലാണെന്ന് പറയും. ലിഫ്റ്റ് ഇവിടെ ഉള്ളത് നോക്കിയുള്ളൂ, അപ്പുറത്തൊക്കെ ഉള്ളത് തകരാറിലാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ ലിഫ്റ്റുകൾ കൂടി തകരാറിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ട് എത്രയാണ് എന്നുള്ളത് ഊഹിക്കുക. കാരണം ഇവിടെ നിന്ന് കോണിപ്പടികളൊക്കെ സ്റ്റെപ്പൊക്കെ കയറി വേണം മുകളിലെ നിലയിലേക്ക് പോകാൻ. അത് ഈ രോഗികളെ സംബന്ധിച്ച് കൂട്ടിരിപ്പുകാരൊക്കെ സംബന്ധിച്ച് വലിയ പ്രശ്നമുള്ള കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചേട്ടാ, പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പെട്ടെന്ന് പരിഹാരം ഉണ്ടാവുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി വെള്ളം എത്തുമെന്ന് പറഞ്ഞത്. അങ്ങനെ പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുള്ളൂ കേട്ടോ. അന്ന് എത്തോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ല. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു കിണറ്റിൽ വെള്ളം കൊണ്ടുപോകുന്നവരാണ്, ഒരു വീട്ടിൽ കൊണ്ടുപോകുന്നവരാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. ആ അനുഭവം ഞാൻ ഇത്രയും കാലമായിട്ട് ഇതുവരെ ആ ഗതികേട് ഇവിടെ വന്നില്ല. ഏതായാലും വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ? നേരത്തെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രതിഷേധവുമായിട്ടാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അധികൃതരുമായി സംസാരിച്ച സമയത്ത് അധികൃതർ പറയുന്നത് 3 മണിക്കൂർ കൊണ്ട് ഈ വെള്ളത്തിന് ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ആ പരിഹാരം ഇല്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, സമരത്തിലേക്ക് വരും. കാരണം ഈ 50ഓളം വാർഡുകളുണ്ട്, അനുബന്ധമായിട്ടുള്ള ICUകളുണ്ട്. ഇത്രയും പ്രയാസപ്പെടുന്ന ജനങ്ങളാണ്. അതുമാത്രമല്ല, ഒരു രോഗിക്ക് ഒരു കൂട്ടിരിപ്പുകാരുള്ളത്. അപ്പോൾ അവർക്ക് മരുന്ന് വാങ്ങാൻ പോകണം, ഭക്ഷണം വാങ്ങാൻ പോകണം, വെള്ളം എടുക്കാൻ വേണം. അത്രയും പ്രയാസപ്പെടുക കൂട്ടിരിപ്പുകാർ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അധികൃതർ പരിഹരിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചത്. അത് പരിഹാരം കാണാൻ നോക്കുക. എന്തായാലും ആശുപത്രിയിൽ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി നേരിടേണ്ടി വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് രോഗികൾക്കും ഒപ്പം കൂട്ടിരിപ്പുകാർക്കും വളരെ ദുരിതത്തിൽ തന്നെയാണ് അവർ എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകട്ടെ. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.